നീ ഇനി ഒന്നും പറയണ്ട. പുകച്ച് പുറത്ത് കാടിക്കാന്ന് കേട്ടിട്ടേ ഉള്ളൂ. അതിപ്പോ നേരിട്ട് അനുഭവിക്കാനായി. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. നീ ഒന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായടാ. അതെ, നീയും നിന്റെ ശങ്കരേട്ടനും കൂടെ ഇവിടെ അങ്ങ് പുറത്താ മതി. താമസിക്കാൻ വേറെ സ്ഥലമില്ലാഞ്ഞിട്ടൊന്നുമല്ല, വ്യക്തിബന്ധങ്ങൾക്ക് ഞാൻ കൂടുതൽ വില കൊടുത്തു പോയടാ. അത് നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പൊ സാറ് ശരിക്കും പോണേണ്. നീ പോടാ ഇറങ്ങ. സുഹൃത്തെ, ഗുഡ് ബൈ. ഒരു 500 രൂപ എടുത്ത്. 500 രൂപ. 500 രൂപ. നിന്റെ പഴയ ഭാര്യയെ ഞാൻ പടത്തിൽ അഭിനയിപ്പിച്ചാലോ? ഇവരിപ്പോൾ എന്തായാലും ഹിന്ദി സീരിയലിലൊക്കെ അഭിനയിക്കല്ലേ. ഞാൻ വിളിച്ച വരില്ലേ? നീ ഒന്ന് റെക്കമെൻഡ് ചെയ്യണം. നീ എപ്പോൾ പോണില്ലേ? രാത്രിയാകുമ്പോൾ ഞാൻ പൊക്കോളാം. അപ്പോഴല്ലേ നിന്റെ ശങ്കരേട്ടനൊക്കെ വരുള്ളൂ. പകലെന്തോന്ന് പേടിക്കാൻ. എന്താ സാറേ പ്രശ്നം? അപ്പം രാത്രി ഇവിടെ നടക്കുന്നതൊന്നും താൻ അറിയുന്നില്ലേ? ഇവിടെ രാത്രി എന്ത് നടന്നാലും എനിക്കൊരു പ്രശ്നമില്ല. അതെന്ത്? ഞാൻ ഉറങ്ങും. എനിക്ക് പകലാ പേടി. ഇവനൊക്കെ പകലും സമാധാനം തരില്ലേ? മോനകൃഷ്ണ, ദയവ് ഇത് ഞാൻ പറയുന്നൊന്ന് കേക്ക്. നീ ഇങ്ങനെ ബാളം വെച്ച ആളെ കൂട്ടല്ലേ. ഇത് ഞാനാടാ, ശങ്കരേട്ടൻ. നീ എൻ്റെ വിഷമം ഒന്ന് മനസ്സിലാക്ക്. ഞാൻ വേറെ ആരോട് പറയും? നീ ഇങ്ങോട്ട് കയറി വാടോ. നീ ഇരിക്ക്. ശങ്കരേട്ടൻ ചായ വേണോ? എനക്കൊന്നും വേണ്ടടാ. ഞാൻ ഈടെന്ന് പോയിട്ടില്ലാന്ന് നീ ഓളോട് പറയണം. ഞാൻ ഈടെ തന്നെ ഉണ്ട്, ഓളോടുള്ള തീരാത്ത സ്നേഹമായിട്ട്. എനക്കോളെ സ്നേഹിച്ച് കൊതി തീർന്നിട്ടില്ലടാ. നിനക്ക് ഓർമ്മയുണ്ടോ, ഓളെ കല്യാണം കഴിക്കാനുള്ള തീരുമാനം നിന്നെ അറിയിക്കാനായി ഈടെ ഞാൻ വന്നില്ലേ? മോനകൃഷ്ണ, 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 ഒരു വലിയ തീരുമാനമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എടാ ഞാൻ കല്യാണം കഴിക്കാൻ പോവാടാ. പെട്ടെന്നുണ്ടായ ഒരു ഡെവലപ്മെന്റാ. നിനക്ക് നമ്മുടെ ദാമോദരൻ മാഷ് അറിയില്ലേ? മാഷിന്റെ മോളാ. പ്രായം കൊണ്ടൊന്നും ഞങ്ങൾ ചേരില്ല, ചെറിയ കുട്ടിയാ. പാവം
ദാമോദരൻ മാഷക്കൊരു സ്ട്രോക്ക് വന്നു. നമ്പ്യാർ മാഷേ, ആ ബാക്കിയൊക്കെ സഹിക്കാം. അമ്മയില്ലാത്ത 2 പെൺകുട്ടികളാ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ധൈര്യമായിട്ടിരിക്കും മാഷെ, എല്ലാത്തിനൊരു വഴിയുണ്ടാവും. സ്കൂളിൽ കൊടുക്കാനുള്ള കത്ത് മാനേജർക്ക് ഞാൻ കൊടുത്തോളാം. എന്താ മോളുടെ പേര്? വാസന്തി. ആ വാസന്തി, ഓളെ കണ്ട ഉടനെ തന്നെ ഞാൻ ഈ തീരുമാനത്തിലെത്തി. ഓളുടെ സമ്മതം മാത്രമേ പിന്നെ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. മാഷ്ക്കൊക്കെ പരിപൂർണ സമ്മത. ഓൾക്കും എതിരഭിപ്രായമൊന്നും ഉണ്ടായില്ല. പിന്നെ വീട്ടിൽ ജാനകേച്ചി, നിനക്കറിയാലോ, ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. അയ്യോ അയ്യോ, മൂത്ത് നനച്ചപ്പോഴാ ഓന്റെ ഒരു കല്യാണം, അതും ഒരു പീക്കിരി പെണ്ണിനെ. എന്റെ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ ഞാൻ ഇനി സമ്മതിക്കൂല. നിനക്കിപ്പോ എന്താ ബുദ്ധിമുട്ട് ജാനു? ആഹാ, നിങ്ങക്കറിയൂല, ഏടെന്നോ കേറി വന്നൊരു പെണ്ണ് എന്നെ ഭരിക്കാൻ ഞാൻ സമ്മതിക്കണം അല്ലേ? ഈ ജന്മത്തറ് നടക്കൂല നടക്കൂല നടക്കൂല. ഓക്ക് ഭ്രാന്താ. മോഹനകൃഷ്ണ, എങ്ങനെയുണ്ടടാ? നിന്റെ ഏടത്തമ്മയാടാ. നീ ഏടത്തമ്മ എന്ന് എന്നെ വിളിക്കണം. അയ്യോ, അതൊന്നും വേണ്ട. അങ്ങനല്ല, അതിനൊക്കെ ചില മുറകളുണ്ട്. നിനക്ക് ഇവനേക്കാൾ പ്രായം കുറവായിരിക്കും, പക്ഷേ ഇവൻ നിന്നെ ഏടത്തമ്മ എന്നേ വിളിക്കൂ, അല്ലേടാ? എനക്ക് സമയായി, ഞാൻ പോട്ടടാ. ഞാൻ എങ്ങനെയെങ്കിലും ഇനിയും വരും. നീ ഓളോട് പറയണം. എന്നെ മറക്കല്ലടാ. ഇല്ല ശങ്കരേട്ടാ, ഞാൻ മറക്കൂല. ശങ്കരേട്ടാ.